വൃശ്ചികം 1 മുതൽ 41 ദിവസം മണ്ഡലകാലം അതല്ലെങ്കിൽ മകരവിളക്ക് വരെ ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന പലതരത്തിലുള്ള ദുഃഖങ്ങൾക്ക് പരിഹാരമാകും എന്നാണ് വിശ്വാസം കേട്ടോ. ഈ ഒരു മന്ത്രം കൃത്യമായ വ്രതാനുഷ്ഠാനം കൂടി ഉണ്ടെങ്കിൽ ശബരിമലയിൽ പോയി ദർശിക്കുന്ന അതേ പുണ്യം കിട്ടുമെന്നാണ് വിശ്വാസം. നമുക്ക് കിഴക്ക് നോക്കി വേണം ജപിക്കാൻ. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ സാക്ഷാൽ അയ്യപ്പനെ, മണികണ്ഠനെ മനസ്സിൽ കണ്ടുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ആ രൂപം, ആ ഒരു ഐശ്വര്യം, ആ ഒരു തേജസ് നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ ഒരു മന്ത്രം ജപിക്കാൻ. 18 വീതമാണ് ജപിക്കേണ്ടത്. രാവിലെയും വൈകിട്ടും നമുക്ക് ജപിക്കാവുന്നതാണ്. 2 നേരം ജപിക്കുന്നത് ഉത്തമമാണ്. ഇനി അത് സമയമില്ല അങ്ങനെയാണെങ്കിൽ 1 നേരമായാലും ജപിക്കാം കേട്ടോ. ജപിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും അടിവസ്ത്രം ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ കാവ്യ വസ്ത്രം, കറുപ്പ് വസ്ത്രം, വെള്ള വസ്ത്രം, ഈ ഒരു 3 നിറത്തിൽ ഏതൊരു വസ്ത്രം ധരിച്ച് ജപിക്കുകയാണ് ഏറെ ഉത്തമം എന്ന് പറയുക കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാസമുറയുള്ള സമയത്ത് മുടങ്ങി പോവില്ലേ, ആ ഒരു 7 ദിവസം ജപിക്കരുത്. അതിനുശേഷം ശരീരം ശുദ്ധിയായ ശേഷം എന്ത് ചെയ്യാം, ജപിക്കാവുന്നതാണ് കേട്ടോ.